അത് സാരല്ലടോ, ഒരു പണി പോയാൽ വേറൊരു പണി കിട്ടും. ഇല്ലാന്ന്, ഞാനൊരു മൊയന്ത. എന്നെ അങ്ങനെ ആരെയും എവിടെയും പണിക്കൊന്നും നിർത്തൂല. നിർത്തിയില്ലേ വേണ്ടടോ, പണിയെടുത്താൽ ജീവിക്കാൻ പറ്റുള്ളൂ ഒന്നുമില്ലല്ലോ. സ്വന്തമായിട്ടൊരു ബിസിനസ് തുറക്കണം. റിയൽ എസ്റ്റേറ്റ് നല്ല ബിസിനസ് അല്ലേ? അമ്മേനോട് ഒറ്റയ്ക്കാക്കിയിട്ട് എസ്റ്റേറ്റിലൊന്നും പണിക്ക് പോകാൻ പറ്റില്ല. പെരടിക്കുന്നുണ്ട് തരും. എടോ സ്ഥലക്കച്ചോടോ, ആദ്യം എൻ്റെ സ്ഥലത്ത് നിന്ന് തുടങ്ങുക, അതങ്ങ് വിൽക്കുക, എന്നിട്ട് വേറെ വാങ്ങുക, അത് വിൽക്കുക. അതിന് അമ്മ ചാവണം. അതൊക്കെ മെനക്കെട്ട പരിപാടിയാണ്. ഭൈജേട്ടാ, ആദ്യം നമുക്ക് നിങ്ങളെ വീട് വിറ്റൂടെ? അങ്ങനെ നോക്കിയാലോ? അത് ശരി, ഐഡിയ പറഞ്ഞ ആശാരം കഴിഞ്ഞത്തേക്ക് തന്നെയാ. എനക്കിപ്പോൾ പണിയൊന്നും വേണ്ട, വാകീരെ ദൈവമായിട്ടുള്ള വഴിയും തരും. ദൈവമൊക്കെ ഉണ്ട് അതിന്. ഇപ്പോൾ അവിടെ നെല്ലിക്കൊന്ന് പോയിട്ടുള്ളൂ. അല്ലെ ആരാ ഈ തേങ്ങയിലുള്ളൊക്കെ വെള്ളം നിറയ്ക്കണത്? ആരാ? ദൈവോ തന്നെ? ആ, അപ്പൊ മൂപ്പരോട് ചോദിച്ചാൽ എന്തും കിട്ടൂലേ? മൂപ്പരോ? ഇതെന്റെ അളിയനറ്റാ? ഇതൊന്ന് റെസ്പെക്ട് ചെയ്ത് പഠിച്ചോ എനിക്ക്. എടാ, ദൈവത്തിൻ്റെ അടുത്ത് എത്ര പെണ്ണുങ്ങൾ നല്ല ചെക്കനെ കിട്ടാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൽ ആരെങ്കിലും എനക്ക് തരൂ? ഈ ഒന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചേ. പിന്നെ പ്രാർത്ഥിക്കുമ്പോഴേ ആ മധുവിന് നല്ല തല്ല് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അതന്നെ, എമ്മാരി തല്ലാറുണ്ട്. തല്ലിയ നല്ല വേനുണ്ട്. കൊച്ചുങ്ങളെ എന്ത് പ്രാർത്ഥന ഈ പ്രാർത്ഥിച്ചത്? എന്തേ? മധു മരിച്ച് ആക്സിഡന്റ്. ഞാൻ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചില്ല, കിടക്കാൻ വേണ്ടിയാ പ്രാർത്ഥിച്ച്. നിങ്ങള് കണ്ട? ഞാൻ കണ്ടിരിക്കുന്നു, പോയി കണ്ടാണ്. നമുക്ക് ഒന്നും പാടി കാണുക. ആ സൂപ്പർ ഹിറ്റ് സിനിമയാണല്ലോ, ഇടയ്ക്കിടയ്ക്ക് പോയി കാണാൻ. പോയി കണ്ടടോ.